നന്നായി ഇവരൊന്നും കഴിക്കാഞ്ഞത്. ഇത് എനിക്ക് സ്വന്തം. നമ്മൾ വീട് വിട്ട് പുറത്തു പോകുമ്പോൾ ഭക്ഷണം ലാഭത്തിൽ കഴിക്കാനും എളുപ്പത്തിൽ കഴിക്കാനും ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും തട്ടുകടകളെ ആശ്രയിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരു സ്ത്രീയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സേഫ് ആണ്. അങ്ങനെ ഒരു തട്ടുകടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കിടിലൻ ചിക്കൻ കൊണ്ടാട്ടമാണ്. ഇവരുടെ ഈ ചിക്കൻ കൊണ്ടാട്ടം എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ ഈ മസാല കേട്ടോ. ഈ മസാല ഇങ്ങനെ എടുത്ത് ഈ സവോളയിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് മസാല മാത്രം അരപ്പിട്ടോ. കുറച്ച് ചിക്കൻ പീസും ഉണ്ട്. ഇത് മാസ്. ഇവിടുത്തെ മറ്റൊരു കിഡിലൻ ഐറ്റം ആണ് പോർക്ക് ഫ്രൈ. ഇഫി എനിക്ക് വേണ്ടി കഴിച്ച് കാണിക്കുന്നതായിരിക്കും. എന്റെ നാട്ടിലൊന്ന് തുഴയുന്നുണ്ട്. നല്ല രുചിയുണ്ട്. പന്നി കഴിക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ചോയ്സ് ആണ് ഇവിടുത്തെ പന്നി ഫ്രൈ. ഇവിടുത്തെ ഹൈലൈറ്റും അതാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ചിക്കൻ കൊണ്ടാട്ടമാണ്. നമ്മുടെ കിഡിലൻ പോത്ത് റോസ്റ്റും ദോശയും അതിന്റെ ഗ്രേവിയുമാണ്. ചാറൊക്കെ ഇട്ട് ഒന്ന് നമ്മുടെ ദോശ നല്ല ചുടു എന്നുള്ള ദോശ ഈയടാ എല്ലാം കൂടി ഇട്ട് എടുത്തൊതുക്കി. ദോശ അന്യായ സോഫ്റ്റ് ആണ്. നല്ല നാടൻ കറികളാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ ഹോട്ടലിലെ ഒരു എസൻസും പൊടികളും ഇട്ട ഒരു ടേസ്റ്റ് അല്ല. നാടൻ കറി മസാലകളുടെ നാടൻ ടേസ്റ്റ്. കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുക രേഖ ചേച്ചി. എന്നിട്ട് ചേട്ടനെ ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് തരുന്നേ ഉള്ളൂ. അപ്പൊ വീട്ടില് നിങ്ങൾ വൃത്തിയോടെ ഉണ്ടാക്കുന്നുള്ളൊരു സമാധാനമാണ് ഏറ്റവും വലുത്. നല്ല ചൂട് കപ്പ ബിരിയാണിയാണ്. അന്നമ്മ വെക്കണ പോലെ ആയിട്ടില്ല. എന്നാലും എറണാകുളത്ത് വന്നിട്ട് അങ്ങനെ ഒരു സ്പോട്ടിൽ നിന്ന് രാത്രി നല്ല ചൂടോടെ നാടൻ ടേസ്റ്റില് നല്ല കിടു ഐറ്റം. നല്ല എരിവും ചൂടും ഉള്ള എല്ലാം കഴിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നല്ല ചൂടും മധുരവും നല്ല തുളസിയുടെ ഫ്ലേവറും. തുളസിയിലയാണെന്ന് തോന്നുന്നു കേട്ടോ. പൊളിച്ച് തട്ടുകട എല്ലാവർക്കും ഒരു ഫീലാണ് അല്ലേ. പക്ഷെ അത്യാവശ്യം വൃത്തി ഉള്ളൊരു തട്ടുകടയാണെങ്കിൽ പിന്നെ നോക്കണ്ട. ഇവിടെ സത്യത്തിൽ ഇരിക്കാനും നിൽക്കാനും പോലും നല്ല റോഡിലെ ആളുകൾ ക്യൂ ആണ്. ഇടലാണ്.